ഇവിടെ എന്താ പരിപാടി? എടാ നമ്മുടെ അബിയില്ലേ, അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനെപ്പോ വന്ന്? ഇന്നലെ വന്നതാ. പുതിയ വീട്ടില. അച്ഛനമ്മക്ക് അവിടെ ആണല്ലോ, കുറച്ച് കഴിയുമ്പോൾ പോയി വിളിച്ചോണ്ട് വരണം. നമ്മളാ പഴയ ക്രിക്കറ്റ് കളിയെ കഴിഞ്ഞ് ഇവിടെ അല്ലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ എന്താ ആവേശമായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ജോലിയായി, എല്ലാവരും പല പലയിടത്തുമായി. ഞാൻ അവനിവിടെ കാണത്തില്ലേ? ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. അവൻ വരുമ്പോ വിളിച്ചാ മതി. വിളിക്കണേ. എടാ നമ്മുടെ ദീപു വന്നായിരുന്നു. അവൻ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം കൂടാന്നൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോയത്. പിന്നെ അയ്യപ്പൻ, അവന് ജോലിയൊക്കെ ആയി. പിന്നെ എല്ലാവരും പല പല സ്ഥലത്തല്ലടാ. പിന്നെ എല്ലാവർക്കും കൂടെ കൂടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. എടാ ഞാൻ വന്നതേ, ഞാൻ ഈ വീട് വിറ്റാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തായാലും വെറുതെ കിടക്കുമല്ലേ. ഞാനിപ്പോൾ അപ്പനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അപ്പനും പറഞ്ഞ് വിൽക്കുന്ന തന്നെയാണ് നല്ലതെന്ന്. എടാ പിന്നെ നീ എന്തായാലും നോക്ക്, നല്ല പാർട്ടി വല്ലതും കിട്ടുമോ നോക്ക്. നല്ല വില കിട്ടുകയാണെങ്കിൽ നമുക്ക് വീടങ്ങ് കൊടുത്തേക്കാം. എന്നോടാ ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. പോവാണോ? പോയിട്ട് വാടാ. ഓക്കെ ശരി. ഹലോ, എടാ നീ ഇപ്പം ഇങ്ങോട്ട് വരണ്ട. അവൻ ആളാകെ മാറിപ്പോടാ. ഞാൻ വിളിക്കാം. ഞാനിനി എവിടെ പോകണം? എടാ മഹി, മഹി നീയാണോ? ഞാനിനി എവിടെ പോകണം? എന്ത് പറ്റടാ? ഇന്നലെ ഒരു സൗണ്ട്. സൗണ്ടാ? ഞാനിനി എവിടെ പോകണം? എന്തുവാ? ഞാനിനി എവിടെ പോകണം? നീ ഇനി എവിടെ പോകണമെന്നാ? അല്ലടാ, ഇന്നലെ അതേ അങ്ങനൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നിനക്ക് വട്ടുമല്ലാടാ ചെറുക്ക? എടാ അല്ലടാ, ഇവിടെ എന്തോ ഉണ്ട്, ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. ഇവന് പ്രാന്ത് വല്ലതും ആയാ? എടാ നീ എങ്ങനെ വെളി വന്നേ? ഞാനാ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നാ. നിനക്ക് പേടി വല്ലതും ഉണ്ടാ? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഞാൻ നിന്റെ കൂടെ കിടക്കാം. നമുക്ക് എന്താ സൗണ്ട് നോക്കാം. ഇത്ര സമയമില്ലേ? ഇതുവരെ ഒന്നും കേട്ടില്ലല്ലോ. എടാ ഞാൻ ഇന്നലെ കേട്ടതാടാ. ഈ കാലത്ത് പ്രയത്നമൊക്കെ വെച്ച് നിന്നെ പറഞ്ഞാൽ മതി. എടാ സത്യം ഞാൻ കേട്ടാന്ന്. എൻ്റെ പൊന്നബി, നീ ഇതേ തമാശ കളിക്കില്ല കേട്ടാ. ചേടാ ഞാൻ കേട്ടതാടാ. ഒരു കാര്യം ചെയ്യാം, ഇത്ര സമയമില്ലേ, കിടന്നുറങ്ങാം, അതായിരിക്കും നല്ലത്. എടാ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്നിട്ട്. ഒരു കുറച്ച് കഴിഞ്ഞില്ല, നീ വന്നേ. നീ വന്നേ. എടാ സത്യം ഞാൻ കേട്ടാന്ന്. വന്നേ. ഇവൻ തൊട്ട് കയറാം. എടാ ഞാനിന്ന് പറഞ്ഞില്ലേ? നീ ഒന്നും പറയണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കാൻ മതിയായിരിക്കും.
എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. നീ ഒന്നും പറയണ്ട, മിണ്ടായി എടാ ഇവിടെ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്കണം. ഞാൻ പറയുന്നത് സത്യമായിട്ട് വീടെന്തോ പ്രശ്നമുണ്ട്. ഏ എടാ ഈ വീടെന്തോ പ്രശ്നമുണ്ടെന്ന് ഇന്നലെ സൗണ്ട് സത്യമായിട്ട് ഞാൻ കേട്ടാ. കേൾക്കുന്നില്ലേ? ഇത് കേൾക്കാൻ മേലേ? നിനക്ക് ഭ്രാന്താടാ. സൗണ്ട് സൗണ്ട് കേൾക്കുന്നില്ല നീ? ഇവിടുന്ന് പ്രേതം ഉണ്ടോ? ഇവിടെ ഭ്രാന്ത കിടന്ന് ഉറങ്ങാൻ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ദൈവമേ. ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല. സൗണ്ട് കേട്ടില്ലേ? ഏത് സൗണ്ട്? എന്റെ പൊന്നെ സൗണ്ട് കേൾക്കുന്നില്ല നീ? ഈ സൗണ്ട് കേട്ടില്ലേ? സൗണ്ട് കേൾക്കാലോ നിനക്ക്? നീ കേൾക്കുന്നില്ല ഒന്നും. നിനക്കാണ് ഭ്രാന്ത്. എന്റെ പൊന്നെ സൗണ്ട് നോക്കുന്നേ, സൗണ്ട് കേൾക്കാൻ സൗണ്ട് സൗണ്ട്. എടാ കാര്യം പറഞ്ഞാൽ സൗണ്ട് ഉണ്ടോ? എടാ ഇവിടെ നിനക്കാ പ്രശ്നം. നിനക്ക് ഭ്രാന്താടാ. നീ കേൾക്കുന്നില്ലേ? നീ ഒറ്റക്കാരെ വെച്ചോ, ഞാൻ പോവാ. ഞാനിനി എവിടെ പോകണം? നീ ഇന്ന് തന്നെ പൊക്കോ, ഇന്ന് വൈകുന്നേരം തന്നെ പൊക്കോ. ഞാൻ പോകുന്നില്ല. വേണ്ട, ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ആളെ കൊണ്ടുവരാം. ഇന്ന് വൈകുന്നേരത്തെ ഈ വീടും കച്ചവടക്കി തരാം. നീ ഇന്ന് വൈകുന്നേരം തന്നെ കയറി പൊക്കോ. പിന്നെ അതെ, ഇന്നലെ ഇവിടെ കിടന്ന് തപ്പുന്ന കണ്ടല്ലോ കുറേ പേരെയൊക്കെ, കിട്ടിയാ? എടാ അത് ഞാൻ കുറച്ച് നാളായിട്ട് കാണാതിരുന്ന ഒരാളായിരുന്നു. കോപ്പാണ്, നിനക്ക് പ്രാന്താണ്. നീ വല്ല മെൻ്റൽ ആശുപത്രി പോയി കിടക്കണം. ആ എടാ ഞാൻ അയാളെ കണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ആ നടന്നു തന്നെ. ഇതേ നിനക്ക് ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടേ, നിന്റെ മനസ്സിലേക്ക് തോന്നിക്കുന്നതാ. നീ ഇന്ന് തന്നെ പൊക്കോ എബി, എനിക്കൊന്നും കേൾക്കണ്ട, നീ ഇന്ന് തന്നെ പൊക്കോ. എടാ നീ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ. എന്തോന്ന്? പിന്നെ
നീ വൈകിട്ട് അവന്മാരൊക്കെ ഒന്ന് വിളിക്ക്. എന്തിന്? നമുക്ക് പഴയ പോലെ മേളൊന്നും കൂടാ. ശരിക്കും ആടാ.